ഈ ഏറ്റവും വലിയ ക്രിട്ടിക്സ് ഇപ്പം മാനേജ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ ഫാമിലിന്ന് ഇപ്പൊ അച്ഛൻ, അമ്മ, കുട്ടികള് ജനാൽഫാസാണ് അല്ലേ? അതെ ജനാൽഫാസ് ആർ വെരി ബ്ലണ്ട്, അതെ വീണ്ടും അതെ അതെ. ബ്ലണ്ട് ആയിട്ടുള്ള ആൾക്കാര്. സർവ്വ മായയ്ക്ക് എനിക്കൊരു അവാർഡ് കിട്ടി. ആ 2 അവാർഡ് ബിഹൈൻഡ് വുഡ്സും കിട്ടി. ക്യാൻ ചാനലിന്റെ ഇന്നസെന്റ് ഡേയുടെ പേരിലുള്ള ഒരു അവാർഡും കിട്ടി. ഓക്കെ. എൻ്റെ മോള് ചോദിച്ചൊരു ചോദ്യം വളരെ ബ്ലണ്ടായിട്ട്, അതിൽ കോമഡി എന്താ ചെയ്തതെന്ന്. ഇതിലും കൂടുതൽ ബ്ലണ്ട് ആവണ്ടല്ലോ. ആ ചേട്ടൻ എന്ത് പറഞ്ഞു? അവര് വെറുതെ തന്ന അപ്പയൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ എൻകറേജ് ചെയ്യാൻ തന്നാന്ന് പറഞ്ഞു. എന്നാ ശരി കുഴപ്പമില്ല. കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വാല്? നാല് പേരില്. അങ്ങനൊന്നുമില്ല, അവര് വെറുതെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഒറ്റ പക്ഷെ അവർക്ക് ജെന്യൂൻ പെൺകുട്ടിയല്ലേ? ഡൗട്ടായിരുന്നു. ആ അവരെ പൊട്ടിച്ചിരിപ്പിക്കാൻ അതിലിപ്പോ ഇയാൾ എന്ത് ചെയ്തു, ഒരു അവാർഡ് കിട്ടാൻ. ആ ആ ആ മോളുടെ കൂടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആ ആ ഓസ്കാർ ആ ആ ഓ പോകുമ്പോൾ ആ ചോദ്യം കൊണ്ട് ഞാൻ അതിന് വേറെ ആൾക്കാരൊക്കെ ഇല്ലേ നല്ലത്. ഉണ്ണിയായിട്ട് ബി ഉണ്ണികൃഷ്ണൻ സാർ എന്നോട് ചോദിച്ചു, ആ അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നോ? ആ അവൻ ഒരു സ്ക്രിപ്റ്റഡ്, അവള് ആ ഷോർട്ടിൽ ചോദിച്ചാന്ന് പറഞ്ഞു. അപ്പം ഇതിലും കൂടുതൽ അവർ ബ്ലണ്ട്. എനിക്ക് ബ്ലണ്ട്നെസ്സിൻ്റെ ശീലമാണ്. ആ ഈ കൂടെ ഇങ്ങനത്തെ ഫ്രണ്ട്സും, ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദിനെ ആ പോലത്തെ മാനേജറും, പിന്നെ എൻ്റെ കോളേജിൽ പഠിച്ച ഫ്രണ്ട്സും ഇങ്ങനെ തന്നെയായിരുന്നു. അത് അപ്പം ശരി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ റിവ്യൂവേഴ്സ് നമ്മളെ കീറി മുറിക്കുമ്പോൾ നമ്മളെ ഒന്നും ഞാനും തോന്നില്ല. എന്നെ ഒന്നും അത് ബാധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ സിനിമയെ അവർ കീറി മുറിച്ചെങ്കിൽ ഇതൊക്കെ എന്ത്? കുഴപ്പം, അവർ പറയട്ടെ. ആ അത് കൊള്ളാം. അയച്ചേട്ടൻ പല സമയത്തും അയച്ചേട്ടൻ ഇങ്ങനെ ലേസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് ഞാൻ കുറച്ചൊരു ലേസി ആയിട്ടുള്ള ആളാണ്. ഞാനാണ്. പക്ഷെ എനിക്ക് തോന്നാറുള്ളത് അയച്ചേട്ടൻ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് വർക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ്. ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്കല്ല. ആ അതെ. ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് ഞാൻ ലേസി അല്ല. അത് ഈ ലേസി എന്ന് വിളിക്കുന്ന എന്തുകൊണ്ടാണ്? വൈ ഡു യു കോൾ അല്ലാത്ത യുവർസെൽഫ്? സമയത്തൊക്കെ ഞാൻ ഒരു ഒരു മുറിയിൽ ഒരു കസേരയിൽ അല്ലെങ്കിൽ ഒരു മെത്തയിൽ മൊബൈൽ പിടിച്ചോണ്ടോ, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ച സമയത്ത് സിഗരറ്റ് പിടിച്ചോണ്ടോ, അല്ലെങ്കിൽ ഉറങ്ങാനോ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനോ താല്പര്യപ്പെടുന്നൊരു മടിയനാണ് ഞാൻ. ജോലി സമയമായ എൻ്റെ ജോലിയായ സിനിമ അഭിനയം, എൻ്റെ ആക്ഷൻ്റെയും കട്ടിൻ്റെയും അല്ലെങ്കിൽ അതിനുള്ള എൻ്റെ കോസ്റ്റ്യൂം ഫിക്സ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ എൻ്റെ ഒരു മേക്കപ്പ് എന്ത് രൂപ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ലേസി അല്ല. പക്ഷെ അതല്ലല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ ഫുൾ ടൈം. അപ്പം ഭൂരിഭാഗം സമയവും ഞാനൊരു മടിയനാണ്. എൻ്റെ ജോലിയിലല്ല. ജോലിയിലാണെന്ന് പറയുന്ന ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വെൽക്കം ചെയ്യുന്നു. അപ്പം നമ്മുടെ അശ്രദ്ധയിൽ ഒരു 5% കൊടുത്തേക്ക് ചിലപ്പോൾ അവിടെയും ലേസി ആയിട്ടുണ്ടാവാം. പക്ഷെ 95% എൻ്റെ പരിപൂർണ ശ്രദ്ധയിൽ അതായത് ഞാനായിട്ടില്ല. ജോലി ഇല്ലാത്ത സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാനാണ്. ഐ അതെ എം അതെ. നോട്ട് എ പേഴ്സൺ ഹൂ ഇപ്പം ഗോ ചിലരുണ്ട് പ്ലേ. ഭയങ്കരമായിട്ട് വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, പുസ്തകം വായിച്ചുകൊണ്ടിരിക്കണം, അടുക്കളയിൽ പോയി എന്തെങ്കിലും ചെയ്യണം, പറമ്പിൽ പോയി എന്തെങ്കിലും ചെയ്യണം, വണ്ടി എടുത്ത് നാട് കാണണം. എനിക്ക് നാട് കാണാൻ ഒരു താല്പര്യമില്ല. എൻ്റെ ഞാൻ വീടാണ്. അമേരിക്കയിൽ പോകാൻ ഒരേ ഒരു കാരണം മോഹൻലാൽ സാറിൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാനായതുകൊണ്ട്. അതിനുശേഷം ഒരുപാട് ഷോസിന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ടും അഹങ്കാരമായിട്ട് പറയുന്നതല്ല, എനിക്ക് ജെനുവിൻലി സൈറ്റ് സീയിങ് ഇഷ്ടമല്ല.